പ്രിയ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇത് ഞാനും പാറുവും തമ്മിലുള്ള പ്രശ്നം. ഞങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ നീ ഇടപെടരുത്. നീ എന്നോട് കമ്പനിയിൽ വെച്ച് സംസാരിച്ചപ്പോ എന്റെ പഴയ പാറുവിനെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് ഞാൻ കരുതി. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ ഇപ്പൊ നീ വീണ്ടും പഴയതുപോലെ മാറി. എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നിട്ട് നീ റിസോർട്ടിൽ പോയല്ലേ? നീ എന്തിനാ അവരെ നോക്കുന്നേ? അവരല്ല ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. പിന്നെ ആരാ പറഞ്ഞത്? അതല്ല ഇവിടുത്തെ വിഷയം. നീ എന്തിനാ എന്നോട് നുണ പറഞ്ഞ് റിസോർട്ടിലേക്ക് പോയത്? അത് പറ. ഞങ്ങൾ നുണ പറഞ്ഞതല്ല പ്രിയ. ഞങ്ങൾ ജെനിഫറിന്റെ ആവശ്യത്തിന് തന്നെയാ ഇവിടുന്ന് ഇറങ്ങിയത്. പക്ഷെ പോകുന്ന വഴിക്ക് മീരയുടെ ഓഫീസിലെ ഒരു ഫംഗ്ഷൻ റിസോർട്ടിൽ വെച്ച് നടത്തുന്നതിനെ കുറിച്ചൊരു ചർച്ച നടന്നു. റിസോർട്ടിൽ നേരിട്ട് ചെന്ന് അന്വേഷിക്കാൻ മീരയുടെ ബോസ് ഇവളോട് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം അവിടെ പോയി കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം ജെനിഫറിനെയും പോയി കണ്ടിട്ടാ ഞങ്ങൾ തിരിച്ചു വന്നത്. ഓ, അപ്പൊ നിങ്ങൾ ഇന്ന് ജെനിഫറിനെ പോയി കണ്ടു അല്ലേ? അതെ. നുണ പറഞ്ഞ് ശീലമില്ലാത്തവര് അതിനെ ഇറങ്ങി തിരിച്ച ഇങ്ങനെ ഇരിക്കും. അതിന് ജെനിഫർ ഈ സിറ്റി വിട്ട് പോയില്ലേ? നീ എന്നോട് അതിനെ കുറിച്ച് പറഞ്ഞത് നീ മറന്നുപോയോ? ജെനിഫർ ഹോസ്റ്റലിൽ നിന്ന് പോയി. എപ്പോ? നീ എന്നോട് പറഞ്ഞില്ലല്ലോ. കുറച്ചു ദിവസം മുൻപ് ആ ശിവനും കൂട്ടരും അവളുടെ വീട്ടുകാരെവിടെയാന്ന് കണ്ടുപിടിച്ചു. പാറുവിന്റെ നാടകം മൊത്തത്തിൽ പൊളിഞ്ഞല്ലോ. പ്രിയ നല്ല ദേഷ്യത്തിലാ. മിക്കവാറും ഒരു അടി നടക്കും. ഇനിയും ജെനിഫറിനെ കാണാൻ പോയെന്ന് പറയാനാണോ നിന്റെ പരിപാടി? പ്രിയ, പ്രിയ, എന്തോ ഭാഗ്യത്തിനും ഭൂമിക മേഡം ഇപ്പൊ ഇവിടെ ഇല്ല. മേഡം വരുന്നതിന് മുമ്പ് നീ ഇവിടെ ഒന്ന് പോവാൻ നോക്ക്. ഇല്ല ഏട്ടാ, എനിക്കിനിയും ചിലതൊക്കെ പറയാനുണ്ട്. നമ്മൾ പരസ്പരം സ്നേഹിച്ച് ഒരുമിക്കാൻ തീരുമാനിച്ച അന്ന് തന്നെ നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. ആ വാക്ക് ഇതുവരെ ഞാൻ പാലിച്ചിട്ടുണ്ട്. നീയും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നെ വേദനിപ്പിക്കാനായിട്ട് നീ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അത് എന്നിൽ നിന്നും നീ എന്തിനാ മറയ്ക്കുന്നത്? അതെന്താണെങ്കിലും എന്നോട് തുറന്നു പറ. ഞാനത് പരിഹരിച്ചു തരാം. നമ്മൾ ഒരുമിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇതിനെ നമ്മൾ മറികടക്കും. നിന്റെ പ്രശ്നങ്ങൾ ഞാൻ അറിഞ്ഞ വിഷമിക്കുമെന്ന് കരുതിയിട്ടാണോ നീ എന്നോടൊന്നും പറയാത്തത്? പക്ഷേ അത് ഞാനിപ്പോ അനുഭവിക്കുന്ന വേദനയുടെ അത്രയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. ദയവ് ചെയ്ത് എന്റെ അടുത്ത് നിന്നും ഒന്നും മറയ്ക്കരുത്. പ്രിയൻചേട്ടൻ വിചാരിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. കുറച്ചു ദിവസങ്ങളായിട്ട് എന്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്തൊക്കെയാന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ പലപ്പോഴായിട്ട് തല ചുറ്റി വീഴുന്നു. ഒരറിയിപ്പില്ലാതെ അച്ഛൻ ഇങ്ങോട്ടേക്ക് കയറി വരുന്നു. ചേട്ടനുമായിട്ട് ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. നാട്ടിലാണെങ്കിൽ ചേച്ചിയുടെ കല്യാണം മുടക്കാൻ ആ രുദ്രൻ എന്തൊക്കെയോ കളികൾ കളിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിന്റെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു നിൽക്ക. എനിക്ക് 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 മനസമാധാനത്തോടൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ചേച്ചിയുടെ കല്യാണം കഴിയുന്നതോടെ എനിക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടും. ഇത് മാത്രമായിരുന്നു നിന്റെ പ്രശ്നമെങ്കിൽ നീ പണ്ടേക്ക് പണ്ടേ എന്നോടത് പറഞ്ഞേനെ. നിന്നെ വേട്ടയാടുന്നത് മറ്റെന്തോ പ്രശ്നമാണ്. അതെന്താണെന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ചിന്തിച്ച് ഉറങ്ങാൻ പോലും കഴിയാതെ
എന്റെ തല പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയായി.